Hello students, welcome to Easy Learning with Suvida. ഫംഗൽ ഡിസീസസ്, ഫംഗസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ഫംഗി ആർ ഓഫ് വേരിയസ് ടൈപ്സ്. ഫംഗസുകൾ പലതരമുണ്ട്. സം ഫംഗി ആർ പാത്തോജനിക്. ചില ഫംഗസുകൾ രോഗകാരികളാണ്. ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗി കോസ് ഡിസീസസ്. ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷകാരിയായ ടോക്സിനുകൾ പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. Analyze figure 4.4 and the description on some fungal diseases that affect human beings, and prepare a table enlisting the diseases, symptoms and modes of transmission. ചിത്രീകരണം 4.4 ചില ഫംഗസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അവയുടെ രോഗലക്ഷണങ്ങളും അതുപോലെ വ്യാപന രീതിയുമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വെച്ച് ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫംഗൽ ഡിസീസസ്. ഫസ്റ്റ് വൺ റിംഗ് വോം ആണ്. റിംഗ് വോം എന്നത് വട്ടച്ചൊറി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. രണ്ടാമത്തേത് അത്ലറ്റ് ഫുട്ട് ആണ്, വളങ്കടി എന്ന മലയാളത്തിൽ പറയും. അപ്പോൾ ഈ രണ്ട് ഡിസീസസ് ആണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഫംഗൽ ഡിസീസസ് ആയിട്ട്. ഓക്കെ, റിംഗ് വോം ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൻ ടൈപ്സ് ഓഫ് ഫംഗി. ചില തരത്തിലുള്ള ഫംഗസുകൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് റിംഗ് വോം അല്ലെങ്കിൽ വട്ടച്ചൊറി. ദ ഡിസീസ് മാനിഫെസ്റ്റ് ആസ് റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ. നമ്മുടെ ത്വക്കിന് മുകളിലായിട്ട് ചുമന്ന് തടിച്ച വട്ടത്തിലുള്ള കുമിളകളായാണ് ഇത് പ്രത്യക്ഷപ്പെടുക. ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്റ്റ്. ഇത് ഡയറക്റ്റ് സ്പർശനം വഴിയാണ് ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അത്ലറ്റ് ഫുട്ട് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ വിച്ച് മാനിഫെസ്റ്റ് ഓൺ ദ സോൾ ഓഫ് ദ ഫുട്ട് ആൻഡ് ബിറ്റ്വീൻ ദ ടോസ്. അത്ലറ്റ് ഫുട്ട് എന്നതും വളങ്കടി എന്നതും ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്, ഒരു ഫംഗസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇത് പാദത്തിനും വിരലിനുമൊക്കെ ഇടയിലാണ് ഈ അസുഖം കാണുക. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കാലി റാഷസ് ദാറ്റ് കോസ് ഇച്ചിങ് ഈസ് ദ മേജർ സിംറ്റം. പൊളിഞ്ഞു പോയ സ്കിന്ന് പൊളിഞ്ഞു പോയിട്ട് അവിടെ ചുമന്ന് കിടക്കുന്ന ഒരു റെഡിഷ് കളറിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞു പോയിട്ട്, നമുക്കെല്ലാവർക്കും അറിയാം വളങ്കടി ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം എന്നത് സ്കിന്ന് അങ്ങ് പൊളിഞ്ഞു പോകും. അതിനുശേഷം അവിടെ ഒരു റെഡിഷ് കളറിൽ കാണപ്പെടും. അവിടെ നമുക്ക് ഇച്ചിങ്, ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന അതാണ് ഇതിൻ്റെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. പാത്തോജൻസ് എൻ്റർ ത്രൂ ദ ടോസ് വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്? നമ്മൾ വാട്ടറിൽ, അതായത് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിലും മണ്ണിലും ഒക്കെ നമ്മൾ കാലുകൊണ്ട് ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ അവിടെ നിന്ന് ഈ അസുഖം പകരും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ആണുള്ളത്. ഒന്ന് റിംഗ് വോം, അത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. ഇതെന്നത് അത്ലറ്റ് ഫുട്ട് എന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലും സോയിലും ഒക്കെ കൊണ്ട് ഡയറക്റ്റായിട്ട് ചെരുപ്പൊന്നും ഇടാണ്ട് നമ്മൾ കാല് വെക്കുമ്പോഴാണ് ഈ അസുഖം നമുക്കുണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാൻഡ്രഫ് ആണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഡാൻഡ്രഫ് എന്നത് താരനാണ് അല്ലേ, നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന അസുഖമാണ്, ഫംഗൽ ഇൻഫെക്ഷനാണ് ഡാൻഡ്രഫ് എന്നത്. ഓക്കെ, വെൻ ഡെഡ് സെൽസ് ഫോൾ ഓഫ്, സ്കിൻ സെൽസ് ആർ കണ്ടിന്യൂസ്ലി റീജനറേറ്റഡ്. നമ്മുടെ തലയോട്ടിയിലെ മൃതകോശങ്ങൾ, ഡെഡ് സെൽസ് എപ്പോഴും മൃതകോശങ്ങൾ പൊഴിഞ്ഞു പോകുമ്പോൾ പുതിയ സെൽസ് നമ്മുടെ സ്കിന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് ജനിക്കാറുണ്ട്. അറ്റ് ടൈംസ് ദ സെൽസ് ഡിവൈഡ് ഫാസ്റ്റർ ദാൻ ഫോളിങ് ഓഫ് ആൻഡ് ബിക്കംസ് സ്കൾസ്. അതായത് നമ്മുടെ ഈ ഡെഡ് സെൽസ് പൊഴിഞ്ഞു പോകുന്നതിനേക്കാട്ടിലും ഇരട്ടയിലാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഒരു സ്കാൽസ് ഉണ്ടാകുന്നതിന്, ഇങ്ങനെ പൊറ്റകൾ പോലെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ഡാൻഡ്രഫ്. ഈ ഒരു അവസ്ഥയാണ് ഡാൻഡ്രഫ് എന്നത്, താരൻ എന്നത്. സർട്ടൻ ഫംഗി ദാറ്റ് അഫക്റ്റ് ദ സ്കിൻ അറ്റ് ദിസ് ടൈം കോസ് ഇച്ചിങ് ആൻഡ് അതർ ഇൻഫെക്ഷൻസ്. ഈ സമയത്ത്, അതായത് മൃതകോശങ്ങളെക്കാൾ വളരെ വേഗത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ പടലങ്ങളായിട്ട് അല്ലെങ്കിൽ സ്കാൽസ് രൂപപ്പെടും. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയെ ചില ഫംഗസുകൾ അഫക്റ്റ് ചെയ്യും. അതാണ് താരനുണ്ടാകുന്ന സമയത്ത് ഇച്ചിങ് പോലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്.
The scales may fall off as white dust and may cause loss of hair. ഈ സ്കാൽസ്, ഈ പൊറ്റകൾ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നത് വൈറ്റ് ഡസ്റ്റ് ആയിട്ടാണ്, ചെറിയ വെളുത്ത പൊടികൾ പോലെയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ സ്കാൽസ് പൊടിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലയിലെ മുടിയും കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകും. ഇതുകൊണ്ടാണ് താരനുള്ളപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസീസസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. പ്രോട്ടോസോവ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. പ്രോട്ടോസോവൻസ് ആർ യൂണിസെല്ലുലർ യൂകാരിയോട്സ്. പ്രോട്ടോസോവകൾ എന്നത് ഏകകോശ യൂകാരിയോട്ടുകളാണ്. മലേറിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. പ്രോട്ടോസോവ കൊണ്ടുണ്ടാകുന്ന അസുഖത്തിന് ഒരു ഉദാഹരണമാണ് മലേറിയ. പ്രിപ്പയർ എ നോട്ട് ബൈ അനലൈസിംഗ് ഇല്ലുസ്ട്രേഷൻ 4.4 ആൻഡ് ദ ഇൻഫർമേഷൻ ഗിവൺ ഓൺ മലേറിയ. ചിത്രീകരണം 4 മലേറിയയെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മലേറിയൽ ഇൻഫെക്ഷനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം. അപ്പോൾ മലേറിയയുടെ പാത്തോജൻ അതാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. രോഗകാരി എന്നത് പ്ലാസ്മോഡിയം ആണ്. അപ്പോൾ ദ പാത്തോജൻ ഓഫ് മലേറിയ ഈസ് പ്ലാസ്മോഡിയം. നെക്സ്റ്റ്, വെക്റ്റർ, രോഗവാഹകർ. മലേറിയ പരത്തുന്നത് ആരാണ്? ഫീമെയിൽ അനോഫെലിസ് മോസ്കിറ്റോ, പെൺ അനോഫെലിസ് കൊതുകുകളാണ് ഈ മലേറിയയുടെ രോഗവാഹകർ. ഈ പാത്തോജനെ നമ്മുടെ മനുഷ്യ ശരീരത്തിലൊക്കെ കൊണ്ട് എത്തിക്കുന്നത് ഈ കൊതുകുകളാണ്. നെക്സ്റ്റ് വൺ, ഹോസ്റ്റ്. ആരെയാണ് ഈ മലേറിയ രോഗം ബാധിക്കുന്നത്? ഹ്യൂമനെയാണ്, മനുഷ്യനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ്, ഒരു പ്രോട്ടോസോവിയൽ ഇൻഫെക്ഷനാണ് മലേറിയ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കുക. മലേറിയയുടെ പാത്തോജൻ രോഗകാരി പ്ലാസ്മോഡിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. വെക്റ്റർ എന്നത് ഫീമെയിൽ അനോഫെലിസ് മോസ്കിറ്റോയാണ്. ഹോസ്റ്റ് എന്നത് ആരെയാണ് ബാധിക്കുന്നത്? ഹ്യൂമൻസിനെയാണ്. ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, അതായത് വളരെ കടുത്ത പനി, വിറയലോട് കൂടിയ കടുത്ത പനി. ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, നല്ല രീതിയിലുള്ള വിയർപ്പ്, വളരെ അധികം ഉണ്ടാകുന്ന വിയർപ്പ്. ആർ ദ മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. അപ്പോൾ വളരെ അധികം വിയർക്കുക, അതുപോലെ തന്നെ വിറയലോട് കൂടി പനി ഉണ്ടാകുക, ഇതൊക്കെയാണ് സാധാരണ മേജർ സിംറ്റംസ് ഓഫ് മലേറിയ എന്ന് പറയുന്നത്. മറ്റ് സിംറ്റംസും ഉണ്ട്. അതർ സിംറ്റംസ് ഇൻക്ലൂഡ് ഹെഡേക്ക്, തലവേദന ഉണ്ടാകാറുണ്ട്. വോമിറ്റിംഗ്, ഛർദി ഉണ്ടാകാറുണ്ട്. ഡയേറിയ, അതായത് ലൂസ് മോഷൻ, ലൂസ് സ്റ്റൂൾ പോലെയുള്ളത്. ഡയറിയ ഉണ്ടാകാറുണ്ട്. അനീമിയ, വിളർച്ച എന്നിവയൊക്കെയാണ് മലേറിയൽ ഡിസീസിൻ്റെ മറ്റ് രോഗലക്ഷണങ്ങൾ. നെക്സ്റ്റ് വൺ, വേംസ് ആസ് പാത്തോജൻസ്. എങ്ങനെയാണ് വിരകൾ രോഗകാരികളാകുന്നത്? ഫിലാരിയാസിസ് ഈസ് കോസ്ഡ് ബൈ ഫിലേറിയൽ വേംസ് ദാറ്റ് ആർ സ്പ്രെഡ് ബൈ ക്യൂലസ് മോസ്കിറ്റോസ്. ക്യൂലസ് കൊതുകുകൾ പടർത്തുന്ന ഫിലേറിയൽ വേംസ് കാരണമുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫിലാരിയാസിസ്. ദ വേംസ് സ്റ്റേ ഇൻ ദ ലിംഫ് ഡക്റ്റ് ആൻഡ് ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫ് ബൈ ബ്ലോക്കിംഗ് ദ ഡക്റ്റ്. അതായത് ലിംഫ് നാളികളിലാണ് ഈ ഫിലാരിയൽ വേംസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് അതുവഴിയുള്ള, അതായത് ഈ ലിംഫ് നാളികൾ വഴിയുള്ള ലിംഫുകളുടെ സംവഹനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ലിംഫ് ഡക്റ്റിനെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ലിംഫ് നാളികളിലാണ്, ലിംഫ് ഡക്റ്റുകളിലാണ് ഇത് സ്റ്റേ ചെയ്യുന്നത്, ഈ ഫിലേറിയൽ വേംസ്. അതിനുശേഷം അതുവഴിയുള്ള ലിംഫുകളുടെ സംവഹനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. ദിസ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്റ്റ്. ഇതാണ് ലിംഫ് ഡക്റ്റുകളിൽ സ്വെല്ലിങ്, നീരുണ്ടാകുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഈ ഫിലാരിയാസിസ്, അതായത് മന്ദരോഗത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നത് തന്നെ നീര് വന്നിരിക്കുന്ന കാലാണ്. ഓക്കെ, അപ്പോൾ ഈ ലിംഫ് ഡക്റ്റിന് ബ്ലോക്ക് ഉണ്ടാകുന്നത് മൂലം ലിംഫ് ഡക്റ്റ് സ്വെല്ല്, അവിടെ നീരുണ്ടാകുന്നതാണ് ഇങ്ങനെ മന്ദരോഗത്തിന് ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. പൊല്യൂട്ടഡ് സറൗണ്ടിങ്സ് പ്രൊമോട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ്. മലിനമായ ചുറ്റുപാടാണ്
രോഗകാരികൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലീസ് എക്സെട്ര ലീഡ്സ് ടു ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മച്ച് ബിയോണ്ട് കൺട്രോൾ. അതായത് ഈ രോഗവാഹകർ, രോഗത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന കൊതുകുകൾ, ഈച്ചകൾ പോലെയുള്ളവ ഒരുപാട് സ്പ്രെഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഈ ഡിസീസസിനെ കമ്മ്യൂണിക്കൽ, അതായത് ഈ പകർച്ചാരോഗങ്ങളെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഈ ഇതിൻ്റെ വെക്റ്റേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിയന്ത്രണാതീതമായി ഇത് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യുക പാടാണ്. അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ട് എങ്കിൽ ഈ പാത്തോജൻസ് ഇൻക്രീസ് ആവും, അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസും സ്പ്രെഡ് ആവും. ഓക്കെ, ഇൻ ഓർഡർ ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് സിറ്റുവേഷൻസ് ദാറ്റ് ലീഡ് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ് ആൻഡ് വെക്റ്റേഴ്സ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഇതുപോലെ പാത്തോജൻസ് അല്ലെങ്കിൽ വെക്റ്റേഴ്സ് മൾട്ടിപ്പിൾ ആവുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ചുറ്റുപാടും വൃത്തി ഉള്ളതാക്കി തീർക്കുക എന്നുള്ളത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടും പരിസരമെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ? വെക്റ്റേഴ്സും ഈ പാത്തോജൻസും ഇൻക്രീസ് ആകുന്നത് വഴി കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡ്രൈ ഡേ ഇൻ സ്കൂൾസ് ആൻഡ് അറ്റ് ഹോം? ഡിസ്കസ്. അപ്പോൾ ഡ്രൈ ഡേ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വീടുകളിലും ഒക്കെ നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈ ഡേയിലാണ് സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കമഴ്ത്തി കളയുക, ടയർ, ട്യൂബ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കമഴ്ത്തി കളഞ്ഞ് ഉണക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യാറ്. ഓക്കെ, ഈവൻ ലാബുകളിൽ പോലും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ്. അപ്പോൾ ഡ്രൈ ഡേ എന്നത് ഒരു ശുചീകരണത്തിനും അപ്പുറം ഇതുപോലുള്ള വെക്റ്റേഴ്സിനെയും പാത്തോജൻസിനെയുമൊക്കെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം, ഡ്രൈ ഡേ എന്ന ദിവസം ആചരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് പിന്നീടും നമ്മുടെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു അവയർനെസ്സും കൂടിയാണ് ഈ ഡ്രൈ ഡേയുടെ എന്നത്. അതുകൊണ്ട് ഡ്രൈ ഡേ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വീടുകളിലും ഒക്കെ ആചരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അതൊരു സോഷ്യൽ അവയർനെസ് കൂടിയാണ്. നെക്സ്റ്റ് വൺ, നോൺ പാത്തോജനിക് ഡിസീസസ്. നമ്മൾ ഇത്രയും നേരവും പാത്തോജനിക് ഡിസീസസ് ആണ് ചർച്ച ചെയ്തത് അല്ലേ? രോഗകാരി, അതിൻ്റെ രോഗം, അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോയത്. നമുക്ക് രോഗകാരികളില്ലാതെയും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? എല്ലാ രോഗവും, നമുക്കുണ്ടാകുന്ന എല്ലാ രോഗത്തിനും രോഗകാരികൾ, പാത്തോജൻസ് ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് നോൺ പാത്തോജനിക് ഡിസീസസ് എന്ന് നോക്കാം. ആർ ഡിസീസസ് കോസ്ഡ് ഓൺലി ബൈ പാത്തോജൻസ്? പാത്തോജൻസ് രോഗകാരികൾ കൊണ്ട് മാത്രമാണോ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന്? അല്ല അല്ലേ? ആർ ദേ കോസ്ഡ് ബൈ അതർ ഫാക്ടേഴ്സ് ടു? അതിന് മറ്റനേകം ഘടകങ്ങളും കൂടെ, രോഗമുണ്ടാകാൻ രോഗകാരികൾ വേണമെന്നില്ല, മറ്റനേകം ഘടകങ്ങളും കൂടി ഉണ്ട്. ഒബ്സർവ് ഇല്ലുസ്ട്രേഷൻ 4.5. ചിത്രീകരണം 4.5 നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിലവാരം, അതാണ് ആദ്യത്തെ നോൺ പാത്തോജനിക് ഡിസീസിനുണ്ടാകുന്ന ഫാക്ടർ. ഒന്നാമത്തേത് ഫാക്ടേഴ്സാണ്, ഒന്നാമത്തേത് ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ജീവിതചര്യ. സെക്കൻഡ് വൺ, ജനറ്റിക്, പാരമ്പര്യം. തേർഡ് വൺ, ഒക്കുപ്പേഷണൽ, തൊഴിലധിഷ്ഠിതം. 4, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, പോഷകഘടകങ്ങളുടെ കുറവ്. ഇത്രയും കാര്യങ്ങളാണ് നോൺ പാത്തോജനിക് ഡിസീസ് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ നോൺ പാത്തോജനിക് ഡിസീസസ് ഉണ്ടാകാം. ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സാണ്, രോഗങ്ങളല്ല, ഫാക്ടേഴ്സാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഹാവ് യു ലേൺ അബൌട്ട് ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്?
അപ്പോൾ ഈ പോഷകഘടകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലെറ്റ്സ് എക്സാമിൻ അതർ റീസൺസ് ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് കോസ് ഡിസീസസ്. അപ്പോൾ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെയുള്ള ഡിസീസസ് ഉണ്ടാകാനുള്ള മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ജനറ്റിക് ഡിസീസസ് ആണ്, പാരമ്പര്യമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ. ജനറ്റിക് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ഡിഫക്ട്സ് ഇൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ സെല്ലുലർ ആക്ടിവിറ്റീസ്. നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻസാണ്. അപ്പോൾ ആ ജീനുകളുടെ തകരാറുകൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ജനറ്റിക് ഡിസീസസ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ജനറ്റിക് ഡിസീസസ്. അപ്പോൾ പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. അരിവാൾ അസുഖം എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ. ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ ശരീരത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ബ്ലഡ് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്? ഡിസ്കസ്. അങ്ങനെയുള്ളപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്ന പ്രോട്ടീനുകളെ സിന്തസിസ് ചെയ്യുന്നത്, അതിനെ ത്വരിതപ്പെടുത്തുന്ന, അതിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ജീനുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീമോഫീലിയ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും വളരെ വലിയ അളവിൽ രക്തം വാർന്നു പോകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്നത്. ആസ് ഹീമോഫീലിയ ഈസ് എ ജനറ്റിക് ഡിസീസ്, എ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ അറ്റ് പ്രസൻറ്റ്. ഇന്നത്തെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഹീമോഫീലിയ എന്നതൊരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക എന്നുള്ളത്, ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് അസാധ്യമാണ്, നടക്കാത്ത കാര്യമാണ്. ടെമ്പററി റിലീഫ് ഈസ് ബ്രൗട്ട് ഇൻ ബൈ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ. താൽക്കാലിക ആശ്വാസം എന്നത് ഇതിനെ നേരത്തെ കണ്ടുപിടിക്കുക എന്നതും ഏത് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്നതും മനസ്സിലാക്കിയാൽ അതിനെതിരെയുള്ള അല്ലെങ്കിൽ ആ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറവുള്ള പ്രോട്ടീൻ ഇൻജെക്റ്റ് ചെയ്യുകയും ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫ്, ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും. എങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി ഈ അസുഖത്തെ ഭേദപ്പെടുത്തുക എന്നത് ഇന്നും നടക്കാത്ത കാര്യമാണ്. There are social organizations which work for hemophilia patients who need special care and attention. കുറേ ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഈ ഹീമോഫീലിയ പേഷ്യൻസിന് സ്പെഷ്യൽ കെയറും അവർക്ക് സംരക്ഷണമൊക്കെ ഒരുക്കുന്ന ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓർഗനൈസേഷൻസ്, സംഘടനകളുണ്ട്. These organizations volunteers to provide adequate care to hemophilia patients and make the relatives and the public aware of it. ഈ ഓർഗനൈസേഷൻസിലുള്ളവർ ഈ വോളണ്ടിയേഴ്സ് ഹീമോഫീലിയ ആയിട്ടുള്ള പേഷ്യൻസിന് ആവശ്യത്തിന് ഉള്ള കെയർ കൊടുക്കുക മാത്രമല്ല അവരുടെ റിലേറ്റീവ്സിനെ അതുപോലെ തന്നെ റിലേറ്റീവ്സിനെ ഈ അസുഖത്തിൻ്റെ ഈ തീവ്രതയെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സമൂഹത്തിനും ഈ അസുഖം എന്താണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഈ ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഈ വോളണ്ടിയേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസാണ്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് ഡ്യൂട്ടി തന്നെയാണ്. അവർ ഒരു സർവീസ് എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒക്കുപേഷണൽ ഡിസീസസ്, ജോലി സംബന്ധമായ അസുഖമാണ്. ഓക്കെ, ഒക്കുപേഷണൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ സിറ്റുവേഷൻസ് ഇൻ വർക്ക് സൈറ്റ്സ്. ജോലി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളെയാണ് ഒക്കുപേഷണൽ ഡിസീസസ് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾസ് ഫോർ ഒക്കുപേഷണൽ ഡിസീസസ് ആർ ഗിവൺ ബിലോ. ഒക്കുപേഷണൽ ഡിസീസസിന് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ന്യൂമോകോണിയോസിസ് ഒന്നാമത്തെ അസുഖമാണ്. അഫക്റ്റിംഗ് ദ ലേബേഴ്സ് എൻഗേജ്ഡ് ഇൻ കോൾ മൈനിങ്. സിലിക്കോസിസ്
affecting mining workers related to gold, tin, mica and laborers in quarry, pottery and ceramics. അപ്പോൾ 2 തരത്തിലുള്ള രോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ന്യൂമോകോണിയോസിസ് ആണ്. അത് ഉണ്ടാകുന്നത് കോൾ മൈനിങ്, കോൾ ഖനനം അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ്, അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനാണ്. സിലിക്കോസിസ് അഫക്റ്റ് ചെയ്യുന്നത് ഗോൾഡ്, ടിൻ, മൈക്ക, അതുപോലെ തന്നെ ക്വാറി, പോട്രി, അതുപോലെ തന്നെ സെറാമിക്സ് എന്നീ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് സിലിക്കോസിസ് എന്ന രോഗമുണ്ടാകുന്നത്. മൈനിങ് വർക്കേഴ്സിനാണ് ഈ രോഗങ്ങളുണ്ടാകുക. ആസ്ബറ്റോസിസ് അഫക്റ്റിംഗ് വർക്കേഴ്സ് ഇൻ ആസ്ബറ്റോസ് ഫാക്ടറീസ്. ആസ്ബറ്റോസിസ് എന്ന അസുഖം ഉണ്ടാകുന്നത് ആസ്ബറ്റോസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനാണ്. ഓക്കെ, ഇതാണ് തൊഴിൽ സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. ദ ഡിഫക്ട്സ് ഇൻ ജീൻസ് മേ ഓൾസോ കോസ് ഡിഫോർമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്തും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ചേഞ്ചസ് ആൻഡ് ദിസ് ഇൻ ടേൺ ഡിക്രീസ് ഇറ്റ്സ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. ഇതിന് ഫലമായി ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യും. Observe the changes that occur in the RBC of sickle cell anemia patients given in illustration 4.6. Write your inferences in the science diary based on the indicators given. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ രോഗികളിലെ അരുണ രക്താണുക്കൾ RBC സംഭവിക്കുന്ന മാറ്റം വിശദമാക്കുന്ന ഒരു ചിത്രീകരണമാണ് 4.6 കൊടുത്തിട്ടുള്ളത്. അത് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനം സയൻസ് ഡയറിയിൽ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിക്കിൾ സെൽ അനീമിയയുടെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ചേഞ്ചസ് ഒക്കർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ RBC. റെഡ് ബ്ലഡ് സെൽസിൽ അരുണ രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ RBCയിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ദെൻ അത് പിന്നീട് RBC ബെൻഡ് ലൈക്ക് സിക്കിൾ, പിന്നീട് അരുണ രക്താണുക്കൾ ഒരു അരിവാള് പോലെ വളയുകയും ചെയ്യുന്നു. ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC ഡിക്രീസസ്. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. ദ സിക്കിൾ ഷേപ്ഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദം. പിന്നീട് അരിവാൾ രൂപത്തിലായ ഈ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ നിന്ന് അവിടെ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാൻസർ. ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. നിയന്ത്രിക്കാൻ കഴിയാത്ത കോശവിഭജനം വഴിയാണ്, കോശങ്ങൾ പെരുകിയിട്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. കോശങ്ങൾ വിഭജിക്കുക മാത്രമല്ല, നിയന്ത്രണാതീതമായി ഇത് വിഭജിക്കുന്നതിന് കൂടെ തന്നെ അത് മറ്റ് കലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ദ നോർമൽ സെൽസ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാൻസറസ് സെൽസ് വെൻ ദ കൺട്രോൾ സിസ്റ്റം ഓഫ് സെൽ ഡിവിഷൻ ഫെയിൽസ്. ഇതുവഴി കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നു. അങ്ങനെ തകരാറിലാകുന്നതോടുകൂടി സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നു. ദിസ് മേ ബി ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എക്സെട്ര. ഇതെന്തൊക്കെ കാരണങ്ങളുണ്ടാകാം? പരിസ്ഥിതി ഘടകങ്ങളാകാം, പുകവലി, അതുപോലെ തന്നെ റേഡിയേഷൻ, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ ഈ ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നതിന് കാരണമാകാം. ദിസ് ഡിസീസ് മേ ബിക്കം കോംപ്ലിക്കേറ്റഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്.
അപ്പോൾ രക്തം, ലിംഫ് എന്നീ ശരീരത്തിലെ ഫ്ലൂയിഡ്സ് വഴി, ദ്രവങ്ങൾ വഴി ഈ ക്യാൻസർ സെൽസ് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വ്യാപിക്കാറുണ്ട്. ഇതാണ് ഈ ക്യാൻസർ ഇത്രത്തോളം സങ്കീർണമാകുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ സെൽസും പിന്നീട് അത് ക്യാൻസർ സെല്ലായിട്ട് മാറുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ സെല്ലായിട്ട് പിന്നീട് മാറുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എക്സെട്ര ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ശസ്ത്രക്രിയയും അതുപോലെ തന്നെ കീമോതെറാപ്പി ഒരു രാസ ചികിത്സയാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ക്യാൻസർ രംഗത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ചികിത്സാ രീതികളാണ്. ആസ് റിക്കവറി ഫ്രം ദ ഡിസീസ് ഈസ് ഡിഫിക്കൾട്ട് if the disease becomes severe. Early diagnosis of the disease is crucial in the treatment of cancer. അപ്പോൾ ഈ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ, ഇതിൻ്റെ ഒരു സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രോഗമുക്തി എന്നത് പ്രയാസകരമാണ്. നേരത്തെ തന്നെ രോഗബാധ തിരിച്ചറിയുക എന്നതും ഇതിൽ നിർണായകമാണ്. തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്യാൻസർ സെല്ല് ശരീരത്തിൽ എത്തിയിട്ടുണ്ടെന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ വളരെ പതുക്കെയാവും പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ഏർലി ഡയഗ്നോസിസ് എന്നത് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. അത് നേരത്തെ പിടിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചികിത്സാവിധി. മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഇത് ടോട്ടലി റിക്കവർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Discuss with cancer specialist about the lifestyle and food habits that will help us to get rid of cancer. ഒരു ക്യാൻസറിനെ കുറിച്ച് അധികം ഗവേഷണമൊക്കെ നടത്തിയിട്ടുള്ളവരും അതുപോലെ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളവരൊക്കെ ആയിട്ട് ഒരു ചർച്ച ചെയ്യുക. അപ്പോൾ ഈ രോഗത്തെ ഒഴിവാക്കുന്നതിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആഹാര രീതി, നമ്മുടെ ജീവിതചര്യ, ഇതൊക്കെ എങ്ങനെ ഈ രോഗത്തെ നമുക്ക് തടയാം, അതൊക്കെ മാറ്റി അതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളത് ക്യാൻസറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളവർ അല്ലെ അതിനെക്കുറിച്ച് ഗവേഷണമൊക്കെ നടത്തുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോളണ്ടറി ഓർഗനൈസേഷൻസ് ദാറ്റ് ഓഫർ പാലിയേറ്റീവ് കെയർ ടു ദ ക്യാൻസർ പേഷ്യൻസ്. അപ്പോൾ ഈ ക്യാൻസർ രോഗികൾ വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ രോഗികൾക്ക് വളരെ ഈ സാന്ത്വനമേകുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാന്ത്വനം നൽകാനുള്ള സന്നദ്ധ സംഘടനകൾ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലവ് ആൻഡ് കെയർ ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഫുഡ് ആൻഡ് മെഡിസിൻസ്. നമുക്ക് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണവും പോലെ തന്നെയാണ് സ്നേഹവും പരിചരണവും. അപ്പോൾ ഈ ഒരു ക്യാൻസർ പേഷ്യൻസിന് ആ ഒരു ഫേസിൽ അവർക്ക് ഏറ്റവും ഈ ഭക്ഷണവും മരുന്നുമൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ പരിചരണവും സ്നേഹവും സാന്ത്വനവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അസോസിയേഷൻസ് ആ സമയത്ത് നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻസർ ആൻഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ദ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ ദ റീജിയണൽ ക്യാൻസർ സെൻറ്റർ RCC ഇൻ തിരുവനന്തപുരം ഹാസ് റിവീൽഡ് ദാറ്റ് എവറി ഇയർ ദർ ആർ മോർ ദാൻ 50,000 newly affected cancer patients in Kerala and about 20% of cancer are due to some component in food. അപ്പോൾ ഈ റീജിയണൽ ക്യാൻസർ സെൻറ്റർ പറയുന്നത് കേരളത്തിൽ 50,000-ൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം ഓരോ വർഷത്തിലും ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ 20% ക്യാൻസർ രോഗികളും ഉണ്ടാകുന്നത് ആഹാരഘടനയിലുള്ള മാറ്റം അല്ലെങ്കിൽ അവരുടെ ആഹാര രീതിയിലുള്ള ഘടകങ്ങൾ കൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 50% ഓഫ് ക്യാൻസർ എമംഗ് മെയിൽസ് ആർ റിലേറ്റഡ് ടു മൗത്ത്, ത്രോട്ട് ആൻഡ് ലങ്സ്. അതിൽ തന്നെ 50% പുരുഷന്മാരിലുണ്ടാകുന്ന ക്യാൻസറുകളും വായ, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദ മെയിൻ റീസൺസ് ഐഡൻറ്റിഫൈഡ് ഫോർ ദിസ് ആർ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. ഇത് പുകവലിയും മദ്യപാനവും മൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Though the rate of infected persons are increasing,
The number of people recovering from the disease is also a steady increase. Even though cancer is a genetic disease, it is not considered as a hereditary disease. അപ്പോൾ രോഗികളുടെ നിരക്ക് പ്രതിവർഷം കൂടുകയാണെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിലും മാറ്റം അല്ലെങ്കിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിലും ഇൻക്രീസസ് വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് രോഗം ബാധിച്ചിട്ട് അത് ക്യൂറാകുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. എങ്കിലും അപ്പോൾ ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമല്ല, ഒരു ഹെറിഡിറ്ററി ഡിസീസ് അല്ല, പക്ഷേ അതൊരു ജനിതക രോഗമാണ്, ഒരു ജനറ്റിക് ഡിസീസ് ആണ്. ഓക്കെ, ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിൻ്റെ കട്ടിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. ഇന്ത്യ എന്നത് പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനമാണ്. ഹൈപ്പർ ടെൻഷൻ ദ സൈലൻറ്റ് കില്ലർ. ഉയർന്ന രക്തസമ്മർദ്ദം നിശബ്ദ കൊലയാളിയാണ്. ലാക്ക് ഓഫ് എക്സസൈസ് ദ മെയിൻ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ കാർഡിയാക് ഡിസീസസ്. വ്യായാമക്കുറവ് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു, അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. ദ നമ്പർ ഓഫ് ഒബീസ് പീപ്പിൾ ഓൺ ദി റൈസ്. ആഹാരശീലങ്ങളിലെ മാറ്റം പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം കൂട്ടുന്നു. Don't these newspapers reports point to the ill effects of unhealthy lifestyles? ഇതെല്ലാം നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ മാറ്റം അല്ലെങ്കിൽ ഭക്ഷണശീലം കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവയുടെ നമ്മുടെ ജീവിതശൈലിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ, അതുപോലെ നമ്മുടെ ഭക്ഷണശീലങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ പത്രവാർത്തകൾ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് ജീവിത സാഹചര്യം മൂലമാണ് ഇതുപോലുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽസ്. ദ ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, മെൻ്റൽ സ്ട്രെസ്, ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ് എക്സെട്ര. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഉതകാത്തത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുക, ജീവിത രീതി ഉണ്ടാക്കി വെക്കുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, എക്സസൈസ് ഇല്ലാതിരിക്കുക, എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക, വ്യായാമം കൃത്യമായി ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. അനലൈസ് ടേബിൾ 4.1 എബൌട്ട് certain lifestyle diseases and conduct a classroom presentation on healthy habits to be followed to avoid such diseases. വിവിധ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ചിത്രീകരണം 4.1 കൊടുത്തിട്ടുള്ള ആ പട്ടിക നോക്കി വിശകലനം ചെയ്തതിന് ശേഷം ഇത്തരം രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി ഒരു ക്ലാസ്സിൽ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ ഡിസീസസ് ആണ്, സെക്കൻഡ് കോളത്തിൽ അതിനുള്ള കാരണങ്ങൾ, കോസസ് ആണ്. ഫസ്റ്റ് ഡിസീസ് ഡയബറ്റീസ് ആണ്. നമുക്കറിയാം പ്രമേഹം. അതിൻ്റെ കാരണം ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽ ഫങ്ഷനിങ്. ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള വൈകല്യമോ കൊണ്ട് ഡയബറ്റീസ് ഉണ്ടാകാം, പ്രമേഹം ഉണ്ടാകാം. സെക്കൻഡ് വൺ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ കരൾ വീക്കമാണ്. അതിൻ്റെ കോസ് ഡിപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. നെക്സ്റ്റ് വൺ സ്ട്രോക്ക്, പക്ഷാഘാതം. റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ ആയ അവസ്ഥകളാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ, അതിരക്തസമ്മർദ്ദം, അതാണ് ഹൈപ്പർ ടെൻഷൻ. BP കൂടുക എന്നൊക്കെ പറയും. ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ കോസ് ഡിസീസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഈ അവസ്ഥ. വ്യാസം കുറഞ്ഞാൽ അതുവഴിയുള്ള ബ്ലഡ് ഫ്ലോ കൃത്യമായി ആർട്ടറീസിലെ ബ്ലഡ് ഫ്ലോ കൃത്യമാവില്ല. ഈ ഒരു അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് വൺ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം എന്നാണ് പറയുന്നത്. ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡിസീസസിൽ എല്ലാം തന്നെ അമിതമായി ഈ ഫാറ്റ് ഫുഡ്, അമിതമായി കൊഴുപ്പ് കൂടിയ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ അത് കൊഴുപ്പ് ഇതായി പോവാണ്ട് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, വിയർപ്പിലൂടെയൊക്കെ പോകാണ്ടിരിക്കുന്നത് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പാണ് പകുതിയും ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് കാരണമാകുന്നത്. ഒബ്സർവ് ഇല്ലുസ്ട്രേഷൻ 4.8 ഓൺ സം ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ്. അപ്പോൾ പുകവലി കൊണ്ട് ഉണ്ടാകാവുന്ന രോഗങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ചിത്രീകരണം 4.8 കൊടുത്തിട്ടുള്ളത്. സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്, പുകവലിയും അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളും. ഫസ്റ്റ് വൺ സ്ട്രോക്ക്, അഡിക്ഷൻ ടു നിക്കോട്ടിൻ. അപ്പോൾ പക്ഷാഘാതവും നിക്കോട്ടിനോട് ഒരു അഡിക്ഷൻ തോന്നുക. ലങ്സിനുണ്ടാകുന്നത്, ഇത് തലച്ചോറിനുണ്ടാകുന്നതാണ് ഈ രണ്ട് അവസ്ഥകളും. ലങ്സിനുണ്ടാകുന്നത് ലങ് ക്യാൻസർ, ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസർ. ബ്രോങ്കൈറ്റിസ്. നെക്സ്റ്റ് വൺ എംഫിസീമ. ഇങ്ങനെ 3 അസുഖങ്ങളാണ് ലങ്സിനുണ്ടാകുന്നത്. ഇനി ഹൃദയത്തിന്, ഹേർട്ടിനുണ്ടാകുന്നത് ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി നമ്മുടെ ആർട്ടറീസിന് ആവശ്യമാണ്, അപ്പോൾ അത് നഷ്ടപ്പെടുന്നതും ആണ് മറ്റൊരു കണ്ടീഷൻ. ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി, ഹാർട്ടിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് പുകവലി കൊണ്ടുണ്ടാകുന്ന ബ്രെയിനും ലങ്സിനും ഹേർട്ടിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവോയ്ഡ് സ്മോക്കിംഗ്. ഓക്കെ, കളക്ട് മോർ ഇൻഫർമേഷൻ ഓൺ ദ ബാഡ് ഇഫക്ട്സ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. കണ്ടക്ട് എ പോസ്റ്റർ എക്സിബിഷൻ ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ പുകവലിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മളൊരു ഇത് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചും ഒരു അതിൻ്റെ അവെയർനെസ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ എക്സിബിഷൻ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആനിമൽ ഡിസീസസ്, ജന്തുരോഗങ്ങൾ. നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ് ബട്ട് ആനിമൽസ് ആർ ഓൾസോ അഫക്റ്റഡ് ബൈ ഡിസീസസ്. മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പല രോഗങ്ങൾക്കും വിധേയരാകാറുണ്ട്. ഒബ്സർവ് ടേബിൾ 4.2 അബൌട്ട് സം ആനിമൽ ഡിസീസസ്. ചിത്രീകരണം 4.2 ടേബിള് പട്ടിക നോക്കിയിട്ട് ഏതൊക്കെയാണ് ആനിമൽ ഡിസീസസ് എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡിസീസ് ആന്ത്രാക്സ്, ഇൻഫ്ലമേഷൻ ഓഫ് ഊഡർ. അപ്പോൾ ആന്ത്രാക്സ് എന്നത് അകിടിനുണ്ടാകുന്ന വീക്കമാണ്. ആന്ത്രാക്സ് എന്നതാണ് രോഗം. ഇത് അകിടിനുണ്ടാകുന്ന വീക്കമാണ് ഈ രോഗം. അതിൻ്റെ പാത്തോജൻ, രോഗകാരി ബാക്ടീരിയാസ് ആണ്. നെക്സ്റ്റ് വൺ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗമാണ് ഇത്. അത് വായിലും അതുപോലെ കുളമ്പുകൾക്കും പാദത്തിലൊക്കെയാണ് ഉണ്ടാകാറ്. ഇതിൻ്റെ പാത്തോജൻ വൈറസ് ആണ്. ഓക്കെ, ഇതാണ് സം അനിമൽ ഡിസീസസ്. ഇലാബറേറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് അതർ ആനിമൽ ഡിസീസസ്.
മറ്റ് സസ്യ രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഈ പട്ടിക വിപുലപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങളപ്പോൾ മറ്റ് ജന്തു രോഗങ്ങൾ കണ്ടെത്തി അവയുടെ പാത്തോജൻസും വെച്ചിട്ട് ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്ലാന്റ് ഡിസീസസ്, സസ്യരോഗങ്ങൾ. പ്ലാന്റ്സ് ആർ ഓൾസോ അഫക്റ്റഡ് ബൈ വേരിയസ് ഡിസീസസ്. മനുഷ്യനെയും ജന്തുക്കളെയും ഒക്കെ പോലെ തന്നെ സസ്യങ്ങളും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയരാകാറുണ്ട്. സസ്യങ്ങൾക്കും പല രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. Examine the table 4.32. Identify some of the plant diseases caused by microorganisms like bacteria, virus and fungi. അപ്പോൾ ചിത്രീകരണം 4.3 ആ പട്ടികയിൽ ഉള്ള വിവരങ്ങൾ വെച്ചിട്ട് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ എന്നീ സൂക്ഷ്മജീവികൾ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ പാത്തോജൻ ആണ് കൊടുത്തിട്ടുള്ളത്, രോഗകാരിയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാത്തോജൻ ബാക്ടീരിയയാണ്. അവ കൊണ്ടുണ്ടാകുന്ന ചെടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചൽ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനങ്ങയിലെ വാട്ടരോഗം, വിൽറ്റ് വാട്ടരോഗവും. വൈറസ് കൊണ്ടുണ്ടാകുന്ന നെക്സ്റ്റ് പാത്തോജൻ വൈറസ് കൊണ്ടുണ്ടാകുന്നത് മൊസായിക് ഡിസീസ് ഇൻ പീസ് ആൻഡ് ടൊപ്പിയാക്കോ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗം, അതാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയുന്നത്. ഈ വാഴയിലൊക്കെ കൂമ്പൊടിഞ്ഞു പോകുന്ന ആ രോഗമാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. നാമ്പിൽ തന്നെ രോഗമുണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഫംഗസ് കൊണ്ടുണ്ടാകുന്ന സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ക്വിക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പ് ചെയ്യലും. ഇതൊക്കെയാണ് പ്ലാന്റ് ഡിസീസസ്. കളക്ട് മോർ ഇൻഫർമേഷൻ ഓൺ പ്ലാന്റ് ഡിസീസസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഭക്ഷ്യോൽപാദനത്തെ കാര്യമായി ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ഓൾസോ മേക്ക് യൂസ് ഓഫ് അഗ്രികൾച്ചറൽ പബ്ലിക്കേഷൻസ് ഫോർ കളക്ടിങ് അഡീഷണൽ ഇൻഫർമേഷൻസ്. അധിക വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാർഷിക പ്രസിദ്ധീകരണങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസികകൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, try to understand the problems faced by farmers in your locality and participate in preventive activities against the plant diseases. നിങ്ങളുടെ പ്രദേശത്തെ കൃഷിക്കാരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി സസ്യങ്ങൾക്കെതിരായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഫാമേഴ്സിൽ നിന്നും ഇങ്ങനെയുള്ള സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിനെതിരെയുള്ള പ്രിവെൻറ്റീവ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ ഈസ് കോൾഡ് ഹെൽത്ത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണമായ സുസ്ഥിരതയാണ്, വെൽബീയിങ് ആണ്. എങ്കിൽ മാത്രമേ ആ മനുഷ്യൻ ഹെൽത്തി ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ അവൻ ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, അതായത് സാമൂഹ്യപരമായും ശാരീരികപരമായും ബൗദ്ധികപരമായും ഒരു മനുഷ്യൻ നന്നായി സുസ്ഥിരമായി ജീവിച്ചാൽ മാത്രമേ അവൻ ഹെൽത്തി ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഹെൽത്തി പീപ്പിൾ ആർ ദ റിയൽ വെൽത്ത് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഒരു വ്യക്തി ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ സമ്പത്ത്. The attitude towards patients is as important as keeping away from diseases by practicing healthy habits. അതുപോലെ തന്നെ ആരോഗ്യപൂർണ്ണമായ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്തുന്ന പോലെ തന്നെയാണ്, അത്രത്തോളം പ്രധാനം തന്നെയാണ് രോഗം ബാധിച്ചവരോട് സ്വീകരിക്കേണ്ട സമീപനവും. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസോൾ ദോസ് ഹു ആർ അഫക്റ്റഡ് ബൈ നോൺ ക്യൂറബിൾ ആൻഡ് ഫാറ്റൽ ഡിസീസസ്. അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമല്ലാത്തതും മാരകവുമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് സാന്ത്വനം നൽകുക, അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ.